വളർന്നിട്ടില്ല. പ്രതിഷേധത്തിൻ പേര് പറഞ്ഞ് ഞങ്ങളെ നേരെ പോരിന് വന്നാൽ എല്ലാം മറന്ന് പോരാടാൻ തയ്യാറാകും യൂത്തിലെ മാത്രം CPM വളർന്നിട്ടില്ല. CPM അഥവാ വന്ന് പിറന്നു പോയാൽ ആറടി മണ്ണിൽ കുഴിച്ചു മൂടും. ഇവിടെ നമ്മൾ ഇന്നിവിടെ നഗരത്തിൽ ഒരു പ്രകടനം നടത്താനുള്ള കാരണം ഇവിടെ ആർക്കും സമരം ചെയ്യാനുള്ള അവകാശവും അധികാരവും എല്ലാം ഉണ്ട്, അതിനുള്ള സൗകര്യമുണ്ട്. അവർക്ക് സമരം ചെയ്തു പോയാൽ മതി. എന്നാൽ ജീവിത സന്ധാരണത്തിന് വേണ്ടി ജോലിക്കെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരായ നഗരസഭ ജീവനക്കാരെ ഇന്ന് DYFI അതിക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഞങ്ങളുടെ അഭിനന്ദനായ പ്രസിഡന്റ് ഇബ്രാഹിം രാജി സാഹിബ് ഇവിടെ ഉണ്ട്, അഭിനന്ദനായ മണ്ഡലം യൂത്ത് ലീഗിന്റെ സെക്രട്ടറി റിയാസ് സാഹിബ് ഇവിടെ ഉണ്ട്. ഇവരെ സാക്ഷി നിർത്തി മുനിസിപ്പൽ യൂത്ത് ലീഗ് ഒന്ന് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ജാഗരൂകരാണ് എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ DYFIയുടെയും CPMന്റെയും നേതൃത്വത്തിൽ നടന്ന ഈ സമരാഭാസം തുറന്നു കാണിച്ചുകൊണ്ട് വരും നാളുകളിൽ യൂത്ത് ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും മുമ്പിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭിനന്ദനായ ഇബ്രാഹിം രാജി സാഹിബ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നിവിടെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ഈ പ്രകടനം രാവിലെ തൊട്ട് തന്നെ മുസ്ലിം ലീഗ് പ്രതിനിധി എന്ന നിലയ്ക്ക് തിരൂർ മുനിസിപ്പാലിറ്റിയിൽ നടന്ന നരനായാട്ടാണ്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെ ഇന്നൊരു സമരം പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ സമരം എന്താണ്? റോഡുകൾ യാത്രയോഗ്യമല്ല എന്നും തെരുവിളക്ക് കത്താത്തത് കൊണ്ടുമാണ്. യഥാർത്ഥത്തിൽ ആ കാരണം പറഞ്ഞ് തിരൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നടത്തിയ LDFിൻ്റെയും അതുപോലെ തന്നെ DYFIയുടെയും കുട്ടികൾ നമ്മളെ യൂത്ത് ലീഗിൻ്റെ അവിടെ സമാധാനമായി ജോലിയിൽ പ്രവേശിച്ച മക്കളെ അടിച്ച് മർദ്ദിക്കുകയാണ് ചെയ്തത്. വളരെ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള, അതായത് നമ്മളെ പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുമ്പോഴൊക്കെ നമ്മളും സമരരംഗത്തുണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ സമാധാനപരമായി സമരം ചെയ്ത് അതിനുള്ള പ്രക്രിയകളും മറ്റും എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് നടന്നത് അവരുടെ ഹുങ്ങ് കാണിക്കാൻ വേണ്ടി DYFI കാണിച്ച തമ്മാടിത്തരമാണ് ഇന്ന് ചെയ്തത്. ഇതിന് എൻ്റെ മക്കളെ തൊട്ട് ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത് സഹിക്കുകയില്ല. മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും മുസ്ലിം ലീഗ് നൽകിക്കൊണ്ട് എൻ്റെ ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ കേട്ട് നിങ്ങൾക്ക് നന്ദി. ജയ് മുസ്ലിം ലീഗ്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് തിരൂർ മുനിസിപ്പാലിറ്റിയിൽ രാവിലെ ഉണ്ടായ വിഷയത്തിൽ CPMനോടും DYFIക്കാരോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇത് ഒഞ്ചിയമോ കണ്ണൂരോ പാലക്കാടോ അല്ല, ഇത് തിരൂരിന്റെ മണ്ണാണ്. തിരൂരിന്റെ മണ്ണിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശക്തി മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും ഉണ്ട്. ഇനി അതല്ല, ഇതൊക്കെ കേട്ടിട്ടും ഇത്തരം പരിപാടിയുമായിട്ടാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഇമ്പിച്ചി ബാവാന്റെ പേരിലുള്ള ഹോസ്പിറ്റലിൽ അട്ടം നോക്കിയിരിക്കേണ്ട അവസ്ഥ DYFIക്കാർക്ക് ഉണ്ടാകുന്നതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.